ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പഴയ ഒപ്റ്റിക്കൽ ഫൈബർ മോഡം, പഴയ കേരള വിഷനിൽ നിന്നോ BSNL നിന്നോ ലഭിക്കുന്ന നമ്മുടെ പഴയ ആ ഒരു കണക്ഷൻ വെച്ചിരിക്കുന്ന നമുക്ക് കിട്ടുന്ന മോഡം നമുക്ക് എങ്ങനെ റിപ്പീറ്റഡായി ഉപയോഗിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനത് കാണിക്കാൻ പോകുന്നത് ജിയോ എയർ ഫൈബറുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. ജിയോ എയർ ഫൈബർ ഞാനൊരു 6 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ യൂസ് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്കെങ്ങനെ ജിയോ എയർ ഫൈബർ ഇൻ്റർനെറ്റ് നമുക്കെങ്ങനെ പഴയ ഓപ്റ്റിക്കൽ ഫൈബർ മോഡത്തിൽ നിന്നും നമുക്കെങ്ങനെ റിപ്പീറ്റഡായി ഉപയോഗിക്കാം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് പഴയ മോഡവും ഒരു ലാൻ കേബിൾ, അതായത് RJ45 പാച്ച് കോഡ് കേബിളും നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. അത് നമുക്ക് നമ്മൾ എവിടെയാണോ നമുക്ക് വൈഫൈ റിപ്പീറ്റഡായി വെക്കേണ്ട സ്ഥലം അത് അത്രയും ദൂരത്തെത്തുന്ന കേബിളായിരിക്കണം. അത് നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സ് എന്നല്ല, നമ്മൾ കമ്പ്യൂട്ടർ ഷോപ്പുകളിൽ അന്വേഷിച്ചാൽ നമുക്ക് അതിൻ്റെ കേബിൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 2 സൈഡിലും ഇതേപോലെയുള്ള RJ45 ജാക്ക് അടിച്ച കേബിളുകളായിരിക്കും വരുന്നുണ്ടാവുക. ഇത് നമുക്ക് വേണ്ടത്ര ദൂരം നമുക്ക് ദൂരമുള്ളത് കിട്ടും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം 1.5 മീറ്ററിൻ്റെ പാച്ചക്കോറാണ് കേബിളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ടൈപ്പ് പഴയ മോഡം നമുക്ക് റിപ്പീറ്ററായി യൂസ് ചെയ്യുന്നതിന് മുൻപായി നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിൽ നമുക്ക് ഞാനിപ്പോൾ ഓൾറെഡി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ആ മോഡം. അതിൽ നമുക്ക് വൈഫൈ ഇൻഡിക്കേഷനോ ലോയസ്റ്റ് ഇൻഡിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അതിൽ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാൻ കേബിള് ഒരു എൻഡ് എടുത്തിട്ട് നമ്മുടെ പഴയ മോഡത്തിൻ്റെ ലാൻ പോർട്ടിൽ ഈ ടൈപ്പിൻ്റെ മോഡത്തിൻ്റെ 2 പോർട്ടേ ഉണ്ടാവുള്ളൂ. 2 ഔട്ട്ഡോർ നോർമൽ പോർട്ടായിരിക്കും, 2 വരുന്നുണ്ടാവും. 2 RJ45 പോർട്ടായിരിക്കും. അതിലേതെങ്കിലും ഒരു പോർട്ടിൽ നമുക്കിത് കണക്ട് ചെയ്യുന്നതായിരിക്കും. ചിലതിൽ 4 പോർട്ടൊക്കെ വരുന്ന റിപ്പീറ്ററിലാണെങ്കിൽ നമുക്ക് 1 പോർട്ട് ഉണ്ടാവും. അതിലാണെങ്കിൽ 1 പോർട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഞാൻ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മറുഭാഗം ഞാൻ എടുത്തിട്ട് നമ്മുടെ ജിയോ എയർ ഫൈബറിൻ്റെ ഇൻഡോർ യൂണിറ്റിൽ ഞാനത് കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിത് ജിയോ എയർ ഫൈബറിന് 2 യൂണിറ്റ്, ഒരു ഔട്ട്ഡോർ യൂണിറ്റും വരുന്നുണ്ട്, ഒരു ഇൻഡോർ യൂണിറ്റും വരുന്നുണ്ട്. ഇതുവഴിയാണ് നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റിന് കണക്ഷൻ വരുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് ഇൻ്റർനെറ്റ് വരുന്നത്. ആ കേബിൾ വഴിയാണ് ഇൻ്റർനെറ്റ് വരുന്നത്. ഇതിപ്പോൾ 2 തമ്മിൽ കണക്ട് ആയിട്ടുണ്ട്. അപ്പോഴേക്കും പഴയ മോഡത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മോഡത്തിൽ ലാനിലത് കണക്ട് ആയിട്ടുണ്ടാവും കേബിള്. ബാക്കി ഇനി വേണ്ടത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം.